പലപ്പോഴും കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ സോപ്പ് അധികം ഉപയോഗിക്കാറില്ല. പലപ്പോഴും തേങ്ങ അടിച്ചതോ അല്ലെങ്കിൽ പയറിൻ്റെ പൊടിയോ ഒക്കെയാണ് ഉപയോഗിക്കുക. എല്ലാ ദിവസവും അത് തേക്കേണ്ട ആവശ്യമില്ലല്ലോ. ശുദ്ധമായ വെള്ളത്തിൽ കുളിച്ച് കയറിയാൽ മതി. ശരീരം ശുദ്ധമാകലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രകൃതിദത്തമായ കാര്യങ്ങൾ വളരെ സ്കിന്നിന് നല്ലതാണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ ഒരു 1-2 മണിക്കൂർ മുമ്പ് ഡിസ്കസ് ചെയ്ത് ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ചിലപ്പോഴെല്ലാം സോപ്പ് ഉപയോഗിക്കാറുണ്ട്. സോപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് സോപ്പിനെ സോപ്പിട്ടിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുക. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എടുത്ത് വെള്ളത്തിൽ ആ സോപ്പ് അതേ സോപ്പിട്ടൊന്ന് കഴുകും. കാരണം ആ സോപ്പ് എങ്ങനെ ഇരുന്നതാണ്, അതിൻ്റെ പ്രതലത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടാകുമോ? സ്വാഭാവികമായിട്ടും സോപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ബാക്ടീരിയാസ്, വൈറസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ ആ പുറമേയുള്ള കോട്ടിങ്ങിനെ ബ്രേക്ക് ചെയ്യത്തക്ക വിധത്തിൽ സൂചിമുനകൾ പോലെയുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് സോപ്പിൻ്റെ സൂചിമുനകൾ പോലെ നമ്മുടെ മുട്ടുസൂചിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സോപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തേക്കൊരു അണു വന്ന് പെട്ടാൽ അതിനെ അപ്പം തന്നെ കുത്തി മുറിച്ച് കളയാൻ ആ സോപ്പിന് കഴിയും. എന്നാലും നമുക്കൊരു സമാധാനം, ആ സോപ്പിന് സോപ്പിട്ട് നമ്മളെപ്പോഴും അത് ഹൈജീൻ ആയിരിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇത് ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞതാണ് കേട്ടോ ഇടയിൽ. MOM 11B മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് ആർ യൂസ്ഡ് ഇൻ എ സേഫ് മാനർ വെയർ അപ്രോപ്രിയേറ്റ്. നമുക്ക് ഈ കൺസ്യൂമബിൾസ് ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഞാൻ ഒരു ട്രിവാൻഡ്രത്ത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട ഒരു രീതിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരിപ്പോൾ അത് തിരുത്തിയെങ്കിലും അവർക്ക് വിഷമമാകും. ഇങ്ങനെ സഞ്ചികളിൽ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി അവിടെ തറയിൽ ഇട്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ വിഷമം വന്നത്, വലിയ മഴ വന്ന ദിവസം അവിടത്തേക്ക് വെള്ളം കയറിയപ്പോൾ ഈ സാധനങ്ങളെല്ലാം അതിൽ ഈ സഞ്ചി തൂക്കിയെടുത്ത് വെള്ളം കുടഞ്ഞു കളഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് മാറ്റുക. എന്ത് സ്റ്റെറിലിറ്റിയാണ്, എന്ത് ഇൻറ്റഗ്രിറ്റിയാണ് നമ്മളത് കീപ്പ് ചെയ്യുന്നതിൽ, അത് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മളവിടെ കീപ്പ് ചെയ്യുന്നത്. സോ വളരെ കൃത്യമായ അതിൻ്റെ സൂക്ഷിക്കാൻ ഓരോന്നിനും അതിൻ്റേതായ വ്യക്തമായ സ്ഥലങ്ങളുണ്ടെന്നേ. ചിലത് ഓപ്പൺ എയറിൽ സ്റ്റാൻഡുകളിൽ വെക്കേണ്ടതാണ്. ഓരോന്നിനും അതിൻ്റേതായ പ്രിക്കോഷണറി മെക്കാനിസം. ചിലത് ഹാംഫുള്ളാണ്, അത് അത്ര പെട്ടെന്ന് ആൾക്കാർ ടച്ച് ചെയ്യാത്ത സ്ഥലങ്ങളിൽ. അങ്ങനെ ഈ ഒരു മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് ഒരു സേഫ് മാനറിൽ വയ്ക്കുന്ന പ്രാക്ടീസ് നമുക്കുണ്ടാവണം. അതിൻ്റെ ആവശ്യം അനുസരിച്ച് ഓരോന്നിൻ്റെയും സേഫ് മാനർ ഡിഫറൻ്റ് ആണ്. MOM 11B മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് ആർ യൂസ്ഡ് ഇൻ എ സേഫ് മാനർ വെയർ അപ്രോപ്രിയേറ്റ്.